ഓൾ വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാഗറിസം ആണ് കേട്ടോ. സോ എന്താണ് പ്ലാഗറിസം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യാതിരിക്കാൻ പാടില്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ പറയേണ്ടാവുക. സോ വാട്ട് ഈസ് പ്ലാഗറിസം? പ്ലാഗറിസം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ അയാളുടെ ഐഡിയ അല്ലെങ്കിൽ അയാളുടെ വർക്ക് നമ്മൾ അതുപോലെ കോപ്പി ചെയ്യുന്ന ഉപയോഗിക്കുന്ന നമ്മൾ പ്ലാഗറിസം എന്ന് പറയാം. സോ പ്ലാഗറിസം ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ള സിമ്പിളായിട്ട് പറയാം. ടൈപ്പ് ഓഫ് പ്ലാഗറിസം വേർബാറ്റിസം ഉണ്ട്. ഒരാളുടെ വർക്ക് വേർഡായിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇനി മൊസൈക്ക് ആണ്. നമ്മൾ കുറച്ച് പീസ് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ചൊന്ന് പാരാഫൈസ് ഒക്കെ ചെയ്യുന്നതിലും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നു, പിന്നെ ചിലതൊക്കെ ഡയറക്ട്ലി കോട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൊസൈക്ക് എന്ന് വെച്ചാൽ. സോ നെക്സ്റ്റ് ഇനാഡിക്വേറ്റ് പാരാഫൈസിംഗ് ആണ്. ഏറെക്കുറെ അവരുമായി ബന്ധമുണ്ട്, എന്നാൽ ബന്ധമില്ലാത്തതുപോലെ അങ്ങനെ. ഇനി അൺസൈഡ് പാരാഫേസിങ്. സോ പ്രോപ്പർലി പാരാഫേസിങ് ചെയ്യും, മറ്റൊരാളുടെ കാര്യങ്ങളോ എല്ലാം വെക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, അവരുടെ ക്രെഡിറ്റോ അല്ലെങ്കിൽ ഒറിജിനൽ സോഴ്സിനെ പറ്റിയോ കാര്യങ്ങളോ ഒന്നും വെക്കുണ്ടാവില്ല. സൈറ്റ് ചെയ്യുന്നില്ല. ഇനി അൺസൈഡ് കൊട്ടേഷൻസ് ആണ്. സോ കോട്ടിംഗ് ഇൻഫർമേഷൻ ഇൻ റിട്ടേൺ വിത്തൗട്ട് പ്രൊവൈഡിങ് ഒറിജിനൽ സോഴ്സ്. നമ്മൾ ഒറിജിനൽ സോഴ്സ് പോലും കൊടുക്കാതെ നമ്മുടെ മാത്രം സ്വന്തമാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന രീതി. ഇനി യൂസിങ് അനദർ സ്റ്റുഡൻസ് വർക്ക്. മറ്റൊരാളുടെ വർക്ക് നമ്മൾ ഫുള്ള് ക്രെഡിറ്റ് കൊടുക്കാതെ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു. അത് ഇന്റൻഷ്യലി ആകാം, അൺഇന്റൻഷ്യലി ആകാം. പ്ലാഗറിസം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അറിയുണ്ടാവില്ല, നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്ന സോഴ്സ് ആയിരിക്കും, അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങ് വെക്കും, പക്ഷെ പിന്നെ അറിയുന്നത് വേറൊരാളുടെ വർക്കായിരുന്നു എന്നുള്ളത്. ഇനി അൺഇന്റൻഷ്യൽ എന്താണ്, നമ്മൾ അറിയാതെ ചെയ്യുന്നത്. ഇന്റൻഷ്യൽ ആണെങ്കിലോ നമ്മൾ വേണം, അങ്ങനെ തന്നെ ചെയ്യണം, ജയിക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് നമ്മൾ ആ പ്ലാഗറിസം പറയാം. ഇനി കോൺസിക്വൻസ് ഓഫ് പ്ലാഗറിസം. പ്ലാഗറിസം എന്താണ് കോൺസിക്വൻസ് ഉണ്ടാവുക? സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ആണെങ്കിൽ നമ്മൾ എടുത്ത് കളയുക, പുറത്തേക്ക് ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കേസ് വരെ നമുക്ക് പോവാം, പെനാൾട്ടി, ഫൈൻ ഒക്കെ പോവാം. അക്കാഡമിക്കലി ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും. പ്ലാഗറിസം എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? സോ ഇനി നമ്മൾ നല്ല കാര്യം പറയാൻ പോവാണേ. സോ ക്വാട്ടിങ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് യു ഡു വാണ്ട് ടു ഓൾട്ടർ എ സോഴ്സ്, കൊട്ടേഷൻ മസ്റ്റ് ബി എൻക്ലോസ് വെർബാറ്റിസം ഫേസ്. നമ്മൾ വെർബാറ്റിസം ഫേസിലാക്കണം. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് കോട്ടൊക്കെ ചെയ്ത് നമ്മൾ പറയണം, ഇത് ഇന്ന ആളുടെ നേരത്തെ സോഴ്സ് ആണ് നമ്മൾ പറയണം. സമ്മറൈസേഷൻ. സോ നമ്മൾ ബേസിക്കലി കിട്ടിയ സാധനം നമുക്ക് സമ്മറൈസ്, ലെങ്ത് ഒക്കെ കുറച്ച് മൾട്ടിപ്ലി നമ്മൾ റിലവൻറ്റ് പോയിന്റ്സ് ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന രീതി പാരാഫേസിങ്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ വേർഡ്സുകൾ മാറ്റി പുതിയ പാരയൊക്കെ ആക്കി, അല്ലെങ്കിൽ ഒറിജിനൽ മീനിങ്ങുമായി മീനിങ് എന്തായിരിക്കും സെയിം ആയിരിക്കും, പക്ഷെ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വായിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും, പക്ഷെ മീനിങ് എല്ലാം സെയിം ആയിരിക്കും. വൈ ഡസ് പ്ലാഗറിസം ഒക്കേഴ്സ്? എന്തുകൊണ്ട് പ്ലാഗറിസം ഉണ്ടാവുന്നു? ഒന്ന് നോളജ് ഇല്ലായ്മ അല്ലെങ്കിൽ ലാക്ക് ഓഫ് നോളജ്. ഇനി ഇൻസെക്യൂരിറ്റി, ഞാൻ ചെയ്ത് ശരിയാവുമോ അല്ലെങ്കിൽ എനിക്കിത് പറ്റത്തില്ല എന്നൊരു ചിന്ത കാരണം മറ്റുള്ളവരുടെ വർക്ക് എടുത്ത് വെക്കുക. ആൻഡ് ഡെവലപ്മെന്റ് ഇഷ്യൂ. നമുക്ക് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സാധനം കയ്യിലുണ്ട്, ഹൈപ്പോത്തസിസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി എന്താണ് പാരാഫേസിങ്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒറിജിനൽ ആയിട്ട് വെക്കാതെ, ഓരോ വേർഡ് ബൈ വേർഡ് വെക്കാതെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എഴുതുന്ന രീതിയാണ് പാരാഫേസിങ്. നമുക്ക് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാം? സോ ഫസ്റ്റ് വൺ ഈസ് റീഡ് ദ പാസേജ്. നമുക്ക് എന്ത് ചെയ്യണം? റീഡ് ചെയ്യുക, ഓൺ സമ്മറൈസിലാക്കുക, എന്നിട്ട് ഓരോ പാരാഫേസ് നമ്മളാക്കുക. ഒറിജിനൽ കണ്ടക്സുമായിട്ട് നമ്മൾ കൺവേ ചെയ്യണം ഇന്ന കാര്യമാണ്. അതായത് ദിസ് ഈസ് എ റെഡ് കാർ എന്ന് പറയുമ്പോൾ ഇതൊരു ചുമന്ന കാറാണ്, അതായത് ആ കിടക്കുന്ന 4 ചക്രമുള്ള കാറ് ഒരു ചുമന്ന കാറായി ആണ് എന്ന് പറയുന്നതും തമ്മിൽ ഒരേ മീനിങ് ആണ്, അല്ലേ? അത്രയേ ഉള്ളൂ. അതുപോലെ കൊട്ടേഷൻ കൊടുക്കേണ്ടത് കൊട്ടേഷൻ കൊടുക്കുക, ഡയറക്റ്റ് കൊട്ടേഷൻ കൊടുക്കുക, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഐഡിയാസ് റീസ്റ്റേറ്റ് ചെയ്യുക, ആൻഡ് സൈറ്റേഷൻ ചെയ്യുക, അങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്താണ് പ്ലാഗറിസം, എന്താണ് പാരാഫേസിങ്? സോ പ്ലാഗറിസം മറ്റൊരാളുടെ വർക്ക് അതുപോലെ എഴുതുക, കോട്ട് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സോഴ്സ് കൊടുക്കാതിരിക്കുക, ഇതൊക്കെയാണ് എന്ത് പ്ലാഗറിസം. എന്നാൽ പാരാഫേസിങ് അങ്ങനെയല്ല. നമ്മൾ അർത്ഥമൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ വേറെ രീതിയിലായിരിക്കും. വേർഡൊന്നും കോപ്പി ചെയ്യില്ല, അല്ലെങ്കിൽ ഈവൻ സോഴ്സ് നമ്മൾ കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടാവും. സോ വാട്ട് ടു അവോയ്ഡ് വെൻ പാരാഫേസിങ്? പാരാഫേസിങ് ചെയ്യുമ്പോൾ എന്താണ്? പാരാഫേസിങ് ഈസ് നോട്ട് എ 1-to-1 വേർഡ് റിപ്ലേസ്മെന്റ്. റേഷ്യോ പറയുന്നുണ്ടോ? അതായത് നമ്മൾ അതുപോലെ എടുത്ത് വെക്കുകയല്ല ചെയ്യുക, മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിംപ്ലിഫൈ ചെയ്യുക. പാരാഫേസിങ് നല്ലതാണോ? ചില സമയങ്ങളിൽ പാരാഫേസിങ് നല്ലതാണ്. കാര്യം ചിലപ്പോൾ നമുക്ക് അത്രയും നോളജ് ഇല്ല, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പാരാഫ്രേസ് നല്ലത് തന്നെയാണ്. പിന്നെ ഒരു വെറൈറ്റി, നമ്മുടെ പ്രസന്റേഷൻ ഓഫ് വർക്കിന് ഒരു ചെറിയൊരു ആഡ് ഓൺ വെറൈറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് പാരാഫ്രേസിങ് എൻകറേജ് ചെയ്യാറുണ്ട്, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ആൻഡ് ഹൗ ടു റീവേർഡ് ആൻ ആർട്ടിക്കിൾ, എങ്ങനെ റീവേർഡ് ചെയ്യാം? നമുക്ക് സെന്റൻസ് ബൈ സെന്റൻസ് റീബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ സിനോണിംസ് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ കാറിന് പകരം വേറെ സിനോണിം ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. സോ ന്യൂ കോപ്പി വേർഡ്സുകൾ, പുതിയ വേർഡ്സുകൾ യൂസ് ചെയ്യുക, ഒറിജിനൽ വേർഷന് പുതിയ വേർഡ്സ് ഉപയോഗിക്കുക.
ക്ലിയർ സൈറ്റേഷൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സോ ഇത് എളുപ്പമാണ്, ഒന്നുമില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ബിബ്ലിയോഗ്രഫി ആൻഡ് റെഫറൻസ് ആണ്. സോ ബിബ്ലിയോഗ്രഫി എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കലി നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ലിസ്റ്റ് ഓഫ് സോഴ്സ് കൺസൾട്ടഡ് വൈൽ പ്രിപ്പയറിംഗ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സിസ്റ്റമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. ഇറ്റ്സ് പേർപ്പസ് ഈസ് ടു അലോ റീഡേഴ്സ് ടു ട്രേസ് ദ സോഴ്സ് ടു യൂസ്ഡ്. സോ നമ്മൾ ഏത് സോഴ്സാണ് ഉപയോഗിച്ച് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതൊരു പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ സിസ്റ്റമാറ്റിക്കലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓതർ, ടൈറ്റിൽ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, എഡിറ്റർ, വോളിയം, സീരീസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യും. ഇതിനെ ബിബ്ലിയോഗ്രഫി എന്ന് പറയാം. എവിടെ നിന്ന് എടുത്തു, ഈ സോഴ്സ് എങ്ങനെയാണ്, ഏതെങ്കിലും ബുക്കിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ഓർഡർ കേട്ടോ. സോ റെഫറൻസ് ആണെങ്കിലും അത് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ്, ഡോക്യുമെന്റ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ്. സോ അവിടെ റെഫറൻസും ബിബ്ലിയോഗ്രഫി എന്താണ്? റെഫറൻസ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം എഴുതിയിട്ട് താഴെ റെഫറൻസ് വെക്കും അല്ലേ. പക്ഷേ ബിബ്ലിയോഗ്രഫി അങ്ങനെയല്ല, എൻ്റെ ഡിഫറെൻ്റ് ആണ്. നമ്മളവിടെ ഫുൾ കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. സോ ബിബ്ലിയോഗ്രഫി എന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് സോഴ്സ് കൺസൾട്ടഡ് ആണ്, ഏതൊക്കെ നമ്മൾ ഉപയോഗിച്ചു. ഈവൻ ഇഫ് നോട്ട് ഡയറക്ട്ലി സൈറ്റഡ്, ഈവൻ നമ്മൾ സൈറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ഓഫ് സോഴ്സസ് കൺസൾട്ടഡ് ആണ്. നമുക്ക് റെഫറൻസിന് ആവശ്യമുണ്ടോ? നമുക്കറിയാം ഒരു കാര്യം നമുക്ക് വെറുതെ നമുക്ക് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ ഒക്കത്തില്ല അല്ലേ. അപ്പോൾ ആ സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച വർക്കുകൾ ആരാണ്, സോഴ്സ് എവിടെയാണ്, ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ പോലും നമുക്ക് അറിയണമെങ്കിൽ റെഫറൻസ് വേണം. ക്വാളിറ്റി ഉള്ള റെഫറൻസ് ബുക്കാണോ അവർ ഉപയോഗിച്ചത്, ഡെവലപ്പ് ചെയ്തെല്ലാം പ്രോപ്പർ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. സോ റിസർച്ച് പബ്ലിക്കേഷൻ. സോ വൺസ് എ പേപ്പർ ഈസ് റിട്ടൺ ഡീംഡ് വർത്ത് പബ്ലിക്കേഷൻ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സബ്മിറ്റ് ഫോർ പബ്ലിക്കേഷൻ ഇൻ എ കോൺഫറൻസ് ഓർ ജേർണൽ ഓർ ബുക്ക്. നിങ്ങളൊരു ബുക്ക് എഴുതി എല്ലാം ചെയ്തു, റെഫറൻസ് എല്ലാം ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം വെറുതെ അവിടെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പകരം എന്ത് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യണം. എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം അല്ലേ. സോ പബ്ലിഷ് ചെയ്യുന്നത് എവിടെ പബ്ലിഷ് ചെയ്യാം? നമുക്ക് ജേർണലിൽ പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫറൻസ്, അല്ലെങ്കിൽ ബുക്കിൽ പോലും പബ്ലിഷ് ചെയ്യാം. സോ പ്രോസസ് ഓഫ് പബ്ലിക്കേഷൻ എ ജേർണൽ ആർട്ടിക്കിൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുക? നമ്മൾ ആദ്യം ടാർഗറ്റ് ജേർണൽ, നമുക്ക് എവിടെ പബ്ലിഷ് ചെയ്യേണ്ടത്, ആൻഡ് ഫോളോയിങ് ജേർണൽ സബ്മിഷൻ ഗൈഡ് ലൈൻ. ചിലപ്പോൾ അതിന് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും, ജേർണൽസിനൊക്കെ ഗൈഡ് ലൈൻ ഉണ്ടാകും, അവരുടെ ഗൈഡ് ലൈൻ ഫോളോ ചെയ്യണം. ചിലപ്പോൾ അവിടെയൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അവർ റീചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും, അവരുടെ ടീം ഉണ്ടായിരിക്കും കേട്ടോ. അവരൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റിംഗ് ദ പേപ്പർ, നമ്മൾ ഡിസിഷൻ പ്രോസസ്സ് നമ്മൾ നോക്കുന്നു, അതിനുശേഷം റിവൈസ് ചെയ്യേണ്ടി വരും, ഫീഡ്ബാക്ക് കിട്ടും, അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ അവർക്ക് ചോദ്യങ്ങൾ വരും, എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല ചോദിക്കും. ആൻഡ് പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ പബ്ലിഷ് ആകുന്നു എന്നുള്ളതാണ്. സോ റിസർച്ച് പബ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താ പബ്ലിക്കേഷൻ അറിയാം അല്ലേ. സോ പ്രോസസ്സ് എങ്ങനെയാണ്? ഫോളോയിങ് ജേർണൽ ഇൻസ്ട്രക്ഷൻ, സബ്മിറ്റ് പേപ്പർ, അണ്ടർസ്റ്റാൻഡ് ഡിസിഷൻ, റിവൈസിങ് എ പേപ്പർ, ആൻസറിങ് ക്വസ്റ്റ്യൻ, റിവ്യൂയിങ് പ്രൂഫ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എല്ലാം റിസർച്ച് പബ്ലിക്കേഷൻ നമുക്ക് അറിയാം. സോ വൈ ഡു വി പബ്ലിഷ് റിസർച്ച് പേപ്പർ? എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് ഫണ്ടിങ് കിട്ടും കേട്ടോ, പ്രൊമോഷൻസ്, റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ ഈവൻ ജോബ് പോലും കിട്ടുമെങ്കിൽ പലർക്കും ജോലി പറയുമ്പോൾ നിങ്ങൾക്ക് റിസർച്ച് ഉണ്ടോ, പബ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് അവർ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. ടൈപ്പ് ഓഫ് സയന്റിഫിക് പബ്ലിക്കേഷൻസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് സയന്റിഫിക് പബ്ലിക്കേഷൻ ആണുള്ളത്? PhD തീസിസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോളജ്, ഒറിജിനൽ കോൺട്രിബ്യൂഷൻസ് ലൈക്ക് മെത്തഡോളജി, പ്രസന്റേഷൻ, റൈറ്റിംഗ് ഒക്കെയാണ്. ആൻഡ് കോൺഫറൻസ് പബ്ലിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് ബേസിക്കലി ഫോക്കസ് ഓൺ പീസ് ഓഫ് വർക്ക് വിത്ത് ലിമിറ്റ് ഡിസ്കഷൻ. കുറച്ച് ആൾക്കാർ മാത്രം ചേർന്നിരുന്നിട്ട് ചെയ്യുന്ന ഒരു പബ്ലിക്കേഷൻസ് ആയിരിക്കും. ഒരു പീസ് ഓഫ് വർക്ക്, ചെറിയൊരു കാര്യം മാത്രം, ഇപ്പോൾ COVID-19 കോവിഡിനെ പറ്റിയിട്ട് മാത്രം. അതുപോലെ ജേർണൽ പബ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ, മോർ ഓവർ പ്രൊവൈഡ് എ കംപ്ലീറ്റ് ഡിസ്കഷൻ ആണ്. മോണോഗ്രാഫ്സ്, ബുക്ക് ചാപ്റ്റർ, ടെക്സ്റ്റ് ബുക്ക്, ഇതൊക്കെ എന്താണ് സയന്റിഫിക് പബ്ലിക്കേഷൻസ് ആണ്. വെയർ ടു പബ്ലിഷ് പേപ്പർ, എവിടെ പബ്ലിഷ് ചെയ്യേണ്ടത്? ജേർണൽസിൽ ചെയ്യാം, ഈവൻ കോൺഫറൻസിലൊക്കെ നമുക്ക് ചെയ്യാം. സോ 5 സ്റ്റെപ്പ് ഓഫ് പബ്ലിക്കേഷൻ: പ്രിപ്പറേഷൻ ഓഫ് പേപ്പർ, നമ്മൾ ജേർണൽ ചെയ്യുക, റീചെക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക. ഇതൊക്കെ സെയിം തന്നെയാണ്. പേപ്പർ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? ആദ്യം മാനുസ്ക്രിപ്റ്റ് ചെയ്യുക, ലാംഗ്വേജ് ക്വാളിറ്റി നോക്കുക, കണ്ടന്റ് ഇന്നോവേഷൻ നോക്കുക, ആഡിഷൻ ഓഫ് ഡേറ്റ നോക്കുക, എത്തിക്സ്, ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഐഡന്റിഫൈങ് അപ്രോപ്രിയേറ്റ് ജേർണൽ. സോ നമ്മൾ ക്രൈറ്റീരിയ നോക്കണം. ചില സമയത്ത് എല്ലാ ജേർണൽസും നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരിക്കും, അത് നോക്കുക. ജേർണലിനെ ഫൈൻഡ് ചെയ്യുക, ജേർണൽ മെട്രിക്സുകൾ നോക്കുക, ഓപ്പൺ ആക്സസ് ഓപ്ഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എല്ലാ ജേർണൽസും നമുക്ക് ഒരുപോലെ കിട്ടണമെന്നില്ല, ചിലത് പെയ്ഡൊക്കെ ആയിരിക്കും കേട്ടോ. സോ അപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ആക്സസ് നോക്കുക, കോഴ്സ് നോക്കുക. ചിലപ്പം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പബ്ലിഷ് ചെയ്യേണ്ടിയൊക്കെ വരും കേട്ടോ. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ രൂപയൊക്കെ നോക്കേണ്ട ആവശ്യമാണ്. റീചെക്കിങ് കറക്ഷൻ എപ്പോഴും അത്യാവശ്യമാണ്. നമ്മൾ റീചെക്ക് ചെയ്യണം, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ, ഇതിൽ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും കേട്ടോ. പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. സബ്മിറ്റ് ചെയ്താൽ പിയർ റിവ്യൂ, അവിടെയാണ് നിങ്ങളുടെ പേപ്പറിന്റെ സ്റ്റേറ്റസ് ഒക്കെ നോക്കുന്നത്. പിന്നെയാണ് ഫീഡ്ബാക്ക് വരിക, അക്സെപ്റ്റ് ആണോ റിജക്ഷൻ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരിക. ആൻഡ് പബ്ലിക്കേഷൻ ആണ് നോർമലി വരിക.
ടൈപ്പ് ഓഫ് പിയർ റിവ്യൂ. സോ പിയർ റിവ്യൂവിലാണല്ലോ നമുക്ക് അക്സെപ്റ്റൻസും റിജക്ഷനും ഒക്കെ വരുന്നത്. അവിടെ സിംഗിൾ ബൈൻഡ് ഉണ്ട്. റിവ്യൂസ് നോൺ ദ ഐഡന്റിറ്റി ഓഫ് ഓതേഴ്സ് ബട്ട് ഓതേഴ്സ് ഡു നോട്ട് നോ ദ റിവ്യൂവേഴ്സ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിവ്യൂവേഴ്സിന് അറിയാം ആരത് ഉണ്ടാക്കി ആരാണെന്നൊക്കെ അറിയാം, പക്ഷെ റിവ്യൂവറിന് അറിയണ്ടാവില്ല, അല്ല ഓതറിന് അറിയണ്ടാവില്ല റിവ്യൂവേഴ്സ് ആരാണെന്ന്. ഡബിൾ ബൈൻഡിങ് ഉണ്ട്. ഇവിടെ അനോണിമസ്, രണ്ട് കൂട്ടർക്കും അറിയില്ല, രണ്ടു പേർക്കും എന്താ അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. കാര്യം ആദ്യത്തെ കേസിൽ ചിലപ്പോൾ ഒരു ബയാസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഓപ്പൺ ആണ്, അവിടെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി അറിയാം എന്നുള്ളതാണ്. ഇനി പബ്ലിക്കേഷൻ എത്തിക്സ് നമുക്കറിയാം, ബേസിക്കലി നമുക്ക് മനുഷ്യന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പബ്ലിക്കേഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാര്യം ഒരു മനുഷ്യന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ്, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിൽ പബ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പബ്ലിക്കേഷൻസിന് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ല അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. റെപ്യൂട്ടേഷൻ നോക്കുക, അല്ലെങ്കിൽ റിസർച്ചേഴ്സിൻ്റെ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സുകൾ സെറ്റിങ്സുകളും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ്. സോ ആ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാര്യങ്ങൾ ഓർത്തിരിക്കണം. സോ ഓതർഷിപ്പ്, കോൺട്രിബ്യൂട്ടേഴ്സ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരേ സമയത്ത് 2-3 ഒരുമിച്ച് നമ്മൾ കൊടുക്കുക. ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരേ സമയം ഞാൻ 5 പബ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. കാര്യം എന്തുകൊണ്ടാ, അവിടെ ഞാൻ ചെയ്യുന്നതിൽ ഏതാ നല്ലത്, എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടോ, ഒരു കാര്യം ഒറ്റ ടൈം ഫോക്കസ് ചെയ്യാം. ആൻഡ് പബ്ലിക്കേഷൻ മിസ്കണ്ടക്ട്, പ്ലാഗറിസം ഒഴിവാക്കുക, ഫാബ്രിക്കേഷൻ ഒഴിവാക്കുക, ക്ലാസിഫിക്കേഷൻ, സാലിം സ്ലൈറ്റിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രോഡ് തരങ്ങളെല്ലാം ഒഴിവാക്കുക, ഒരു ഉടായ്പം കാണിക്കാൻ നിൽക്കരുത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓതർഷിപ്പ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. സോ ഓതർഷിപ്പ് ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ടില്ല, പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കൽ ഭയങ്കര എളുപ്പമായിരിക്കും. COPE ഡിഫൈൻ ആസ് ദ ഓതർ ആസ് someone who, so making significant contribution to concept and design of the work. So COPE-നെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫൈൻ ആസ് ഓതർ ആസ് someone who's. അപ്പം നമ്മൾ ഓതർ എന്ന് പറയുന്നത് COPE എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയാം, അല്ലേ. സോ കോൺട്രിബ്യൂട്ടേഴ്സ് ആണല്ലോ ബേസിക്കലി ഓതേഴ്സ് വരിക. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, വർക്കൊക്കെ നോർമലി റിവൈസ്. അപ്പം ചില സമയങ്ങളിൽ ഓതേഴ്സ് മൾട്ടിപ്പിൾ ആകാം, ഒരാൾ തന്നെ ആകണം നിർബന്ധമില്ല. അൺഎത്തിക്കൽ ഓതർഷിപ്പ് പ്രാക്ടീസ്, ഗസ്റ്റ് ഓതർഷിപ്പ്, അതായത് ചില സമയങ്ങളിൽ മറ്റൊരാളുടെ പേര് ഉപയോഗിക്കുക, യൂസിങ് സമ്മൺ നെയിം ടു ഇൻക്രീസ് ദ ചാൻസ് ഓഫ് അക്സെപ്റ്റൻസ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിലേക്ക് ഞാൻ ഒരു 4-5 പേര് എടുക്കുന്നുണ്ട്, അതിലൊരാളെ അറിയാത്ത ഒരാളെ ഞാൻ അങ്ങ് ആഡ് ചെയ്യുക, അയാൾ തിരി ഫേമസാണ് അങ്ങനെ. പിന്നെ ഗ്രാൻഡിങ് ഓതർഷിപ്പ് ആസ് എ ഗിഫ്റ്റ് ഓർ ഓണർ, അതായത് ഇപ്പം ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പേര് ഞാൻ വെക്കാം, ഒരു പബ്ലിക്കേഷൻ നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ പറയുന്ന പോലെ. ഗോസ്റ്റ് ഓതർഷിപ്പ്, അയാൾ അറിവില്ലാതെ തന്നെ പേര് വെക്കുക. പിന്നെ അനോണിമസ് ഓതർഷിപ്പ്, ഇൻകറക്റ്റ് അല്ലെങ്കിൽ ഫിക്ഷ്യസ് നെയിം. ഇപ്പൊ എക്സാമ്പിൾ തന്നെ ഒരു 6-7 പേര് ഞാൻ അങ്ങ് വെക്കുക, രാജു മാങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞ് വെക്കുക, ആ രീതിയൊക്കെ കേട്ടോ. ആൻഡ് സൊറഗേറ്റ് ഓതർഷിപ്പ്, അതായത് മാനുസ്ക്രിപ്റ്റ് റിട്ടൺ ബൈ സമ്മൺ എൽസ് വിതൗട്ട് ഒറിജിനൽ ഡേറ്റ. സോ ഒറിജിനൽ ഡേറ്റ ഇല്ലാതെ നമ്മൾ മാനുസ്ക്രിപ്റ്റ് അടിച്ചു മാറ്റുന്ന പരിപാടിയാണ്. ഇതൊക്കെ ഫ്രോഡത്തനമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഓതർഷിപ്പേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ്, മറ്റുള്ളവരുടെ സാധനം നമ്മളിങ്ങനെ അടിച്ചു മാറ്റി എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പ്ലാഗറിസം, ഇതൊക്കെ നമ്മൾ നോക്കണം. സോ ഫാബ്രിക്കേഷൻ എന്താണ്, മറ്റൊരാളുടെ സംഭവം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യും, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ, അല്ലേ. സോ പ്ലാഗറിസം സമയത്ത് നമ്മൾ നോക്കണം, പ്രോപ്പറായിട്ട് കോപ്പി ചെയ്യാൻ പാടില്ല, ഒരാളുടെ വർക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ആൻഡ് ക്ലാസിഫിക്കേഷൻ, സോ മാനിപ്പുലേറ്റഡ് ഡേറ്റ, ഇമേജസ് ഒന്നും പാടില്ല. ആൻഡ് പ്രോപ്പർ റെക്കോർഡ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യണം, എല്ലാ പോളിസിയും മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ക്ലിയർ ആയിരിക്കണം, എല്ലാ പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. ഇനി എങ്ങനെയാണ് ഫേക്ക് ജേർണൽസ് ഐഡന്റിഫൈ ചെയ്യുക? അൺസ്ട്രക്ചർഡ് വെബ്സൈറ്റ് വിത്ത് എറേഴ്സ് കാണിക്കാറുണ്ട്. മിക്കവാറും സൈറ്റിലൊക്കെ നിങ്ങൾ കയറുമ്പോൾ ഒരു ലോക്ക് ബട്ടൺ കാണും, അത് ദാറ്റ് മീൻസ് അത് സെക്യൂർ ആണെന്നാണ്. അതും ഇപ്പോൾ കാണിക്കുന്ന ടീമുകളുണ്ട് കേട്ടോ. പിന്നെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് തോന്നില്ല, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പോളിസി ഒന്നും ഇല്ല, അല്ലെങ്കിൽ പോളിസി ഒന്നും കറക്റ്റ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കുക. പിന്നെ മാനുസ്ക്രിപ്റ്റിനൊക്കെ നിങ്ങൾ ഇന്ന് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളാം, ദാറ്റ്സ് ഫേക്ക് കേട്ടോ. ഇനി ഇമ്പാക്ട് ഫാക്ടർ, സോ നമുക്ക് ഓൾറെഡി അറിയാം, മെഷർ ദ ആവറേജ് നമ്പർ ഓഫ് ടൈം ആർട്ടിക്കിൾ പബ്ലിഷ് ഇൻ എ ജേർണൽ ഇൻ ദ പാസ്റ്റ് 2 years ആർ സൈഡ് ഇസ് ഗിവൺ ഇയേഴ്സ്. സോ നമ്മൾ നോക്കണം എത്രത്തോളമാണ് അവർക്ക് ഇമ്പാക്ട് ഫാക്ടേഴ്സ്, എത്ര പബ്ലിഷ് ചെയ്തു, എത്ര എണ്ണമാണ് അതിൽ വന്നത്, അതിൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കണക്കുകളൊക്കെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അറിയാൻ പറ്റില്ല. ബേസിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുക ഇത് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം എന്താ ഇമ്പാക്ട് ഫാക്ടർ. സോ ഇമ്പാക്ട് ഫാക്ടർ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നോക്കാം, മെഷർ ദ ആവറേജ് നമ്പർ ഓഫ് ടൈം ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ എ ജേർണൽ ഇൻ ദ പാസ്റ്റ് 2 years ആസ് ഇറ്റ് ഈസ് ഗിവൺ. ഇപ്പോൾ എക്സാമ്പിൾ
if a journal has 2014 impact factor of 2.0, it means the article published in 2012 and 2013 were cited on average twice in 2014. അതായത് അവിടെ ഇമ്പാക്ട് ഫാക്ടർ നമ്മൾ നോക്കുന്നത് ഇപ്പൊ 2014 അവിടെ ഇമ്പാക്ട് ഫാക്ടർ 2.0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇറ്റ് മീൻ ആർട്ടിക്കിൾസ് പബ്ലിഷ് ഇൻ 2012 ആൻഡ് 2013 12ലെയും 13ലെയും എന്ത് ചെയ്യുന്നു വി ആർ സൈറ്റഡ് ഓൺ ആവറേജ് ട്വൈസ് ഇൻ 2014. അപ്പൊ എന്താണ് സൈറ്റഡ് ഓൺ ആവറേജ്. അപ്പൊ അവിടെ ആവറേജ് 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ സൈറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അതായത് ബേസിക്കലി എത്ര പ്രാവശ്യം സൈറ്റ് ചെയ്തു എന്നുള്ള കേസിലാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ISI's International Coverage Index, almost all science and social science journal widely available, providing objective measure and helping in assessing journal prestige. So basically ഇമ്പാക്ട് ഫാക്ടർ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നമ്മൾ ഒരിടത്ത് പബ്ലിഷ് ചെയ്യുമ്പം അത് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ അത് നല്ലതാണോ അതുകൊണ്ട് ഉപയോഗം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമാണ്. റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, റിസർച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ജേർണൽസിൻ്റെ ഫ്രീക്വൻസി എത്ര പെർസെൻറ്റ് സൈറ്റേഷൻ ചെയ്യുന്നു. ഡിമറ്റൂർ ആണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് മിസ്യൂസ് ചെയ്യും കേട്ടോ. ന്യൂ ജേർണൽസിനൊക്കെ ഇമ്പാക്ട് ഫാക്ടറൊക്കെ മിനിമം അറ്റ്ലീസ്റ്റ് 2 years ഓഫ് ഡേറ്റിലെങ്കിലും നോക്കേണ്ട ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്താണ് ഭയങ്കര സീനാണ്. ഓൺലി ഇൻക്ലൂഡ്സ് ജേർണൽ ഇൻഡെക്സ് ബൈ തോംസൺ സയന്റിഫിക്സ്. സോ ഈ ഒരു ഇമ്പാക്ട് ഫാക്ടർ നിങ്ങൾക്ക് അങ്ങനെ സ്പെസിഫിക്കലി സിലബസിൽ ഇല്ല കേട്ടോ, പറയുന്നില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. സോ അത് മാത്രമല്ല എന്താണ് ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും വായിച്ചു പോവുക, അത്രയേ ഉള്ളൂ. ഇമ്പാക്ട് ഫാക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും പിന്നെ ഫേക്ക് ജേർണൽ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ പറയാം, measure the average number of time article published in a journal the past 2 years. So past 2 years എത്ര എണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആർ സൈറ്റ് ഗിവൺ ഇൻ ഇയർ. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മുന്നേ എത്ര ആർട്ടിക്കിൾസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുമായി ബന്ധപ്പെട്ട് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര എണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്യുന്ന COVID-19 ആണെങ്കിൽ COVID-19 എത്ര എണ്ണം അവർ സൈറ്റേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര ജേർണൽസ് ആ COVID-19 ഉണ്ട് ഇല്ല നമ്മൾ അറിയുന്നതാണ്. ജസ്റ്റ് നോക്കി വെക്കുക, ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ക്ലാസ് ആണ്. നോട്ട് വൈസ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. കാര്യം ഇത് വീണ്ടും റിപ്പീറ്റിംഗ് ആണ്, ഒരിടവും അങ്ങനെ സെയിം ഒന്നുമില്ല, റിപ്പീറ്റിംഗ് ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.